വചനവായലെടുക്കുന്ന വേദപാഠവും ചോദ്യോത്തരങ്ങളും എന്ന പങ്ക്തിയിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കുന്നത് ക്ലാസ് 4 ജീവന്റെ നീർശാലകൾ, പാഠം 13 വിവാഹം. ദൈവം ആദത്തെ സൃഷ്ടിച്ച് അവനെ ഏദേൻ തോട്ടത്തിൽ ആക്കിയതിനു ശേഷം അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. തുടർന്ന് ദൈവം ഹവ്വായെ സൃഷ്ടിച്ചു. അങ്ങനെ ദൈവം ആദ്യ കുടുംബം സ്ഥാപിച്ച് മനുഷ്യവർഗത്തെ അനുഗ്രഹിച്ചു. ആദ്യ മാതാപിതാക്കളായ ആദത്തിൽ നിന്നും ഹവ്വയിൽ നിന്നും മനുഷ്യവർഗം രൂപം കൊണ്ടു. വിവാഹബന്ധം പവിത്രവും പരിശുദ്ധവുമാണെന്നും മരണം വരെ വേർപെടുത്താനാവാത്ത ബന്ധമാണെന്നും ഈശോ പഠിപ്പിച്ചു. ഫരിസേയരുടെ ചോദ്യത്തിന് മറുപടിയായി ഈശോ പറഞ്ഞു, സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും. അവർ ഇരുവരും ഏക ശരീരമായി തീരും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. സ്ത്രീയും പുരുഷനും വിവാഹിതരാകുമ്പോൾ കുടുംബം രൂപം കൊള്ളുന്നു. എല്ലാ മനുഷ്യ സമൂഹങ്ങളിലും വിവാഹം നിലവിലുണ്ട്. എന്നാൽ ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ച് വിവാഹം ഒരു കൂദാശയാണ്. വിവാഹബന്ധത്തിന്റെ സുപ്രധാന ഘടകങ്ങളാണ് ഭാര്യ ഭർത്തൃ വിശ്വസ്തതയും പരസ്പര സ്നേഹവും. മിശിഹായും സഭയും തമ്മിലുള്ള സ്നേഹബന്ധം പോലെയാണ് വിവാഹത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹബന്ധം. മരണം വരെ തുടരുന്ന ഒരു ബന്ധമാണിത്. മക്കൾക്ക് ജന്മം നൽകുവാനും അവരെ നല്ലവരായി വളർത്തുവാനുമുള്ള ഉത്തരവാദിത്തം വിവാഹത്തിലൂടെ ദൈവം ഭാര്യ ഭർത്താക്കന്മാരെ ഏൽപ്പിക്കുന്നു. പുരുഷനും സ്ത്രീയും തമ്മിൽ വിശുദ്ധവും മരണം വരെ വേർപിരിയാത്തതുമായ ഐക്യത്തെ ഉളവാക്കുന്നതും പരസ്പരം നിർമ്മലതയോടെ സ്നേഹിക്കുന്നതിനും ദൈവം നൽകുന്ന മക്കളെ നല്ല ക്രിസ്ത്യാനികളായി വളർത്തുന്നതിനും വേണ്ടി കൃപാവരം ദമ്പതികൾക്ക് നൽകുന്നതുമായ കൂദാശയാണ് വിവാഹം. വിവാഹം എന്ന കൂദാശയുടെ പരികർമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വധൂവരന്മാരുടെ പരസ്പര സമ്മതം സ്വീകരിച്ചുകൊണ്ട് വൈദികൻ നടത്തുന്ന ആശീർവാദ കർമ്മമാണ്. താലികെട്ടൽ, മോതിരമണിയിക്കൽ, മന്ത്രകോടി അണിയിക്കൽ, പ്രതിജ്ഞയെടുക്കൽ, മാലയണിയിക്കൽ മുതലായവ ഈ കൂദാശയിലെ ഇതര കർമ്മങ്ങളാണ്. ഇവ വിവാഹത്തിൽ വധൂവരന്മാർ പരസ്പരം ഐക്യപ്പെടുന്നു എന്നതിന്റെ അടയാളങ്ങളാണ്. വിവാഹത്തിലൂടെ രൂപം കൊള്ളുന്ന കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ കൃപ ധാരാളമായി ചൊരിയപ്പെടുന്നു. ദൈവത്തിന്റെ പ്രതിനിധികളാണ് മാതാപിതാക്കൾ. മക്കൾ ദൈവത്തിന്റെ ദാനമാണ്. മാതാപിതാക്കളിലൂടെ ദൈവം കുടുംബത്തെ സംരക്ഷിക്കുന്നു, അനുഗ്രഹിക്കുന്നു. മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളും മാതാപിതാക്കളെ അനുസരിച്ച് ജീവിക്കുന്ന മക്കളും അടങ്ങുന്നതാണ് മാതൃകാ കുടുംബം. മക്കളുടെ എല്ലാവിധ വളർച്ചയ്ക്കും ആവശ്യമായ കാര്യങ്ങൾ മാതാപിതാക്കൾ ചെയ്തു കൊടുക്കണം. അവരെ ക്രൈസ്തവ വിശ്വാസത്തിൽ വളർത്തുകയും അവർക്ക് നല്ല ജീവിത മാതൃക നൽകുകയും വേണം. മാതാപിതാക്കളെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുക മക്കളുടെ കടമയാണ്. വിശുദ്ധ പൗലോസ് പറയുന്നു, കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, അത് ന്യായയുക്തമാണ്. ഒരു സാധാരണ കുടുംബത്തിലെ അംഗമായിട്ടാണ് ഈശോയും ജീവിച്ചത്. യൗസേപ്പും മറിയവും ഈശോയും അടങ്ങുന്ന നസ്രത്തിലെ തിരുക്കുടുംബം ക്രിസ്തീയ കുടുംബങ്ങൾക്ക് ഒരു മാതൃകയാണ്. നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്ന ഈശോയെ പോലെ നമുക്കും നല്ല കുട്ടികളായി വളരാം. പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും നമ്മുടെ കുടുംബങ്ങളെ ഭൂമിയിലെ പറുദീസകളാക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യാവതാരം വഴി മനുഷ്യവംശത്തെ മഹത്വമണിയിച്ച മിശിഹായി ഞങ്ങളുടെ കുടുംബങ്ങളെ ദിവ്യസ്നേഹ ചൈതന്യത്താൽ ധന്യമാക്കണമേ. ഓർമ്മിക്കാൻ ഒരു തിരുവചനം: ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 9-ാം വാക്യം. നമുക്ക് ഉത്തരം കണ്ടെത്താം. ചോദ്യം 1, വിവാഹ കൂദാശ എന്നാൽ എന്ത്? ഉത്തരം: പുരുഷനും സ്ത്രീയും തമ്മിൽ വിശുദ്ധവും മരണം വരെ വേർപിരിയാത്തതുമായ ഐക്യത്തെ ഉളവാക്കുന്നതും പരസ്പരം നിർമ്മലതയോടെ സ്നേഹിക്കുന്നതിനും ദൈവം നൽകുന്ന മക്കളെ നല്ല ക്രിസ്ത്യാനികളായി വളർത്തുന്നതിനും വേണ്ട കൃപാവരം ദമ്പതികൾക്ക് നൽകുന്നതുമായ കൂദാശയാണ് വിവാഹം. ചോദ്യം 2, വിവാഹബന്ധത്തിന്റെ സുപ്രധാന ഘടകങ്ങൾ ഏവ? ഉത്തരം: വിവാഹബന്ധത്തിന്റെ സുപ്രധാന ഘടകങ്ങൾ
ഭാര്യ ഭർത്തൃ വിശ്വസ്തതയും പരസ്പര സ്നേഹവുമാണ്. ചോദ്യം 3. വിവാഹം എന്ന കൂദാശയുടെ പരികർമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമേത്? ഉത്തരം: വിവാഹം എന്ന കൂദാശയുടെ പരികർമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വധൂവരന്മാരുടെ പരസ്പരം സമ്മതം സ്വീകരിച്ചുകൊണ്ട് വൈദികൻ നടത്തുന്ന ആശീർവാദ കർമ്മമാണ്. ചോദ്യം 4. ഒരു മാതൃകാ കുടുംബത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം? ഉത്തരം: മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളും മാതാപിതാക്കളെ അനുസരിച്ച് ജീവിക്കുന്ന മക്കളും അടങ്ങുന്നതാണ് മാതൃകാ കുടുംബം.